ഇന്ന് രാവിലെ കറക്റ്റ് അലാറം അടിച്ചപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടോ. സാധാരണ 7 മണിക്കാണ് എണീക്കാറ്. ഇപ്പോൾ ഞാൻ 6:30ക്ക് അലാറം വെച്ചിട്ട് കറക്റ്റ് 6:30ക്ക് തന്നെ ചാടി അങ്ങോട്ട് എണീക്കിട്ടോ. ചില സമയം ഇക്കാക്ക എന്നെ വിളിക്കില്ല, പക്ഷെ അലാറം കേട്ട് ഞാൻ തന്നെ എണീക്കാറുണ്ട്. രാവിലെ ചെന്ന് ഇതാ പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലേക്ക് കയറുകയാണ്. നമ്മുടെ യുദ്ധം ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത്. ചെന്നപ്പോൾ തന്നെ 3 ജനലും അങ്ങോട്ട് തുറന്നിട്ടിട്ടോ. ഞാൻ മണി പ്ലാന്റ് എല്ലാം വെട്ടിയിട്ട് ചെറുതാക്കി ചട്ടിയിൽ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി. ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു അടുക്കള മണി പ്ലാന്റ് ആയിട്ട് നിറഞ്ഞിട്ടേ. അങ്ങനെ അതും ഫ്രിഡ്ജിൽ നിന്ന് ചോറ് എടുത്തിട്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് അടുക്കള കയറിയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു സമാധാനമാണ്. കാരണം വേറെ ഒന്നല്ല, ബസ് വന്നിട്ടുണ്ടെങ്കിൽ ചോറെങ്കിലും ഇതാകെ കൊടുത്തു വിടാമല്ലോ. കറിയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. തൈരാണ് ചില സമയം ഞാൻ ചിന്തിക്കും, മോനെ ഇതാപ്പോൾ തൈര് മാത്രം കഴിക്കുന്നത് കൊണ്ടിട്ട് വല്ലാത്ത സുഖമാണ്. നമുക്ക് ധൃതി പിടിച്ച് ഒരേ പച്ചക്കറിയും കറികളൊന്നും ഉണ്ടാക്കേണ്ട, തൈര് കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. ചില സമയം തൈര് മാത്രം കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം കയറും കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് വളരെ ഈസിയാണ് നേതാക്കൾ ലഞ്ച് കൊടുത്ത് വിടാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അതാ ഇഞ്ചക്ഷൻ കുക്കറിലേക്ക് ചായയും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടത് കടലയാണ്. രാത്രിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് രാവിലെ എന്തുണ്ടാക്കണമെന്നുള്ള പ്ലാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. ഞാൻ വിചാരിച്ചു ഉപ്പുമാവും കടല ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഉപ്പുമാവ് കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാതാകുമ്പോൾ ഭയങ്കര എളുപ്പപ്പണിയാണ് കേട്ടോ എനിക്ക്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചായ തിളച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ പണി കിട്ടും. ഈ ചായ തിളച്ച് ഇവിടെ മൊത്തം പോയി പിന്നെ അത് തുടക്കലായിരിക്കും എൻ്റെ പണി. ചായ തിളച്ച് ഓഫ് ചെയ്ത് നമുക്ക് കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളും സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കടല അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് ചായയും അവിടെയും തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചായ അരിച്ച് മാറ്റി വെക്കണം. കാരണം ഇക്കാക്ക വരുമ്പോൾ തന്നെ ഇക്കാക്ക് ചായ കുടിക്കണം. ചായ തനിയെ എടുത്ത് കുടിച്ചോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ അരിച്ച് വയ്ക്കുമ്പോൾ ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പണി ചെയ്യുന്നത് കേട്ടോ ഡിസ്റ്റർബ് ആക്കൂല. അത് പണ്ടേ തൊട്ട് ഇക്കാക്ക അങ്ങനെയാണ്. ചായ എടുത്ത് കയ്യിലൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇക്കാക്ക വന്നെടുത്ത് കുടിച്ചോളും. അങ്ങനെ നേരെ തന്നെ ഞാൻ കഞ്ഞിയിൽ ഉപ്പിടാൻ കേട്ടോ. കാരണം എപ്പോഴും ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നെ വഴക്ക് പറയും ചോറിൽ ഉപ്പുണ്ടായില്ല എന്ന്. ഉപ്പില്ലെങ്കിൽ ഇക്കാക്ക ചോറ് തൊടൂല കേട്ടോ. ഇക്കാക്ക ഭയങ്കര ഉപ്പ് വേണം എല്ലാത്തിനും. അപ്പോൾ പിന്നെ മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉപ്പിട്ടിട്ട് ഞാൻ കഞ്ഞിയുടെ പാത്രം അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ച്. കാരണം ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വടിച്ചതാണ്. പക്ഷേ ഇന്നലെ അരി കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും വെച്ച്. ചട്ടി ചൂടാവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത്ര നേരം നമുക്ക് ചട്ടി ചൂടാവണം നോക്കി നിൽക്കണ്ട, കുമ്പളങ്ങയുടെ തൊണ്ടെങ്കിലും കളഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിരുന്ന് കളയാണ് കേട്ടോ. വേഗം ജോലി ചെയ്താലാണ് നിദാനം വിളിക്കാൻ നേരമാകുമ്പോഴത്തേനും എല്ലാം സെറ്റ് ആവുള്ളൂ കേട്ടോ. ഇക്കാക്ക് കുളിപ്പിച്ച് ഇറങ്ങി വരുവാണെങ്കിൽ എനിക്ക് ഒന്നും അറിയേണ്ട, പയ്യെ ചെയ്താൽ മതി. കാരണം ഇക്കാക്ക് തന്നെ കുളിപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് യൂണിഫോം ഇടിച്ച് ചായ എല്ലാം കൊടുത്തോളും. അപ്പോൾ എനിക്ക് ലഞ്ചും സ്നാക്സ് എടുത്ത് വെച്ച് മുടി കെട്ടി കൊടുക്കുന്ന പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി നെതാടെ മൂഡ് ശരിയല്ല എന്നുള്ളത്. ഇനി ഉപ്പുമാവ് കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതിൽ വേറെ സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നെത കഴിക്കൂല. കടുക് പൊട്ടിച്ചാൽ പോലും നെത കഴിക്കൂല. പക്ഷെ കടുക് കൂടി പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഉപ്പുമാവ് കഴിക്കാണ്ടിരിക്കണതാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി കൂടുതൽ എളുപ്പം. ഇന്നപ്പോൾ എനിക്കൊരു പണി കിട്ടി. നെതാക്ക് ബ്രെഡും ന്യൂട്ടല്ലേ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരുന്നേ. ഒരു കണക്കിന് ഞാൻ എടുത്ത് കത്തി വെച്ചൊക്കെ മുറിച്ചിട്ട് അതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. സ്കൂളെത്തുമ്പോഴത്തേനും സംഭവം മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ നെതാക്കുള്ള സ്നാക്സും എടുത്ത് വെച്ചു, വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചു, ലഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വലിയൊരു യുദ്ധമൊക്കെ നടന്ന് നെതാപ്പി എണീറ്റില്ല. പിന്നെ ഞാൻ ഒച്ചയും വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കുളിപ്പിച്ച് യൂണിഫോം ഇടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു കണക്കിന് നെതാപ്പിനെ പറഞ്ഞ് വിട്ടിട്ട് നമുക്ക് ഉച്ചക്കുള്ള ടാസ്കിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല കേട്ടോ. അപ്പോൾ കുമ്പളങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇക്കാക്ക അരിഞ്ഞ് വെച്ചു. ഭാഗ്യം കൊണ്ട് ദാ പോകുന്ന കരണ്ട്. തേങ്ങയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കരണ്ട് വന്ന് വേഗം തേങ്ങയൊക്കെ ചെണ്ടി തന്ന് നമ്മൾ മോരുകറിയും വെച്ചിട്ടുണ്ട്. ഉണക്കമീനും പൊരിച്ചത് ഇക്കാക്കാനെ വിടാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. എത്ര നേരത്തെ എണീച്ചാലും ഈ ഒരു നേരമാകുമ്പോൾ നമുക്ക് ഓട്ടപ്പാച്ചലാണ്. അങ്ങനെ ഇക്കാക്കും ചോറും എല്ലാം കൊടുത്തിട്ട് ഇക്കാക്കാനെ പറഞ്ഞ് വിടാണ്. അതിൻ്റെ ഇടയിൽ പൊരിഞ്ഞ മഴ പെയ്തിട്ടോ. ഇനി മഴ പെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇക്കാക്ക പോവാണ്. കുഞ്ഞിപ്പെണ്ണ് പതിവില്ലാണ്ട് പപ്പാക്ക് ടാറ്റയും പ്ലേങ്കീസൊക്കെ പതിവില്ലാണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇക്കാക്കനെ പറഞ്ഞ് വിട്ട് നമ്മുടെ ആ ഗേറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം നെത വരുന്ന ടൈം ആവണം ഈ ഗേറ്റും ഡോറും തുറക്കണമെങ്കിൽ.
അങ്ങനെ അതും അടച്ചിട്ട് നമ്മൾ നേരെ അകത്തേക്ക് പോവാൻ കേട്ടോ. വലിയ യുദ്ധം കഴിഞ്ഞ സമാധാനത്തിലാണ് ഞാനും കുഞ്ഞിപ്പെണ്ണും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരു റുട്ടീൻ ഇങ്ങനെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന്